പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു ഈ മാസം 10-ാം തീയതിക്കകം ധാരണ പൂർത്തിയാക്കുന്നുള്ളത്. കൂടുതൽ സീറ്റുകളൊക്കെ ചോദിച്ച് ഉള്ള ആ രീതിയിലേക്ക് പോകുമോ കാര്യങ്ങൾ? അല്ല, അർഹതപ്പെട്ട സീറ്റ് ഞങ്ങൾക്ക് വേണ്ടി വരുമല്ലോ. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം മനസ്സിലാക്കുമ്പോൾ മുസ്ലിം ലീഗ് കുറച്ചുകൂടി മത്സരിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് മുതൽ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ആ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് ആണ് തീരുമാനത്തിലെത്തുക. ഒപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഭാരവാഹി യോഗത്തിലൊക്കെ ഒരു ജയസാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണേണ്ടതെന്ന് മീറ്റിങ്ങിൽ ആകെ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ജയസാധ്യത ഇല്ലാത്ത കുറേ സീറ്റുകളുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായി ലീഗ് തോറ്റുകൊണ്ടിരിക്കുന്ന തിരുവമ്പാടി സീറ്റ്, കുന്നമംഗലം, അതുപോലെ കോങ്ങാട് സീറ്റ്, പേരാമ്പ്ര, ഈ സീറ്റുകളിലൊക്കെ എന്തെങ്കിലും ഒരു വെച്ചുമാറലൊക്കെ നടത്തി കൂടുതൽ ജയസാധ്യതയുള്ളവർക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു നീക്കം നടക്കും. അല്ല, ജയസാധ്യത എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഇലക്ഷനിൽ വരുന്ന അതാത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകുമ്പോൾ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ മത്സരിച്ച സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ പിന്നെ പലതിലും ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നല്ല ഫലം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവമ്പാടി നല്ല ഫലം ഉണ്ടായി. പേരാമ്പ്രയിൽ അവിടെ വലിയൊരു മാറ്റം ഉണ്ടായി. അവിടെ പഞ്ചായത്തുകളെല്ലാം UDF പിന്നിൽ വന്നു. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിനനുസരിച്ച് രീതിയിലുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. വെച്ചുമാറൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതൊക്കെ ഗുരുവായൂർ സീറ്റ് മാറണമെന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇല്ലില്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ഒക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള സീറ്റുകൾ അതൊക്കെ നിലനിർത്താൻ തന്നെയാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള സീറ്റ് നിലനിർത്തിക്കൊണ്ട് അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് കൂടി ഞങ്ങളെ ആവശ്യം. രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയമാണല്ലോ. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ ഭരണമില്ല, പക്ഷെ നല്ല മികച്ച നേതാക്കന്മാർ MLA-മാരായിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ 3 ടേമൊക്കെ പൂർത്തിയാക്കുന്നവരുണ്ട്. അപ്പോൾ പാർട്ടിയുടെ പരമ്പരാഗത രീതി അനുസരിച്ച് അവർ മാറി നിൽക്കണം. പക്ഷേ അവർക്കൊരു അവസരം കൂടി കൊടുത്ത് പാർട്ടി ഭരണത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു അവസരം കൂടി കൊടുക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിൽ നമ്മൾ 3 ടേം നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അതേ അവസരത്തിൽ ചില മണ്ഡലങ്ങളിൽ നമുക്ക് മാറ്റേണ്ടി വരും ചില ആളുകളെ. കാരണം പുതിയ ആളുകൾ എങ്ങനെയാലും വരണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഞങ്ങൾ ജയിപ്പിച്ച MLA-മാരൊക്കെ തന്നെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഭരണമുന്നണിയുടെ ഭാഗമായിരുന്നില്ല കഴിഞ്ഞ 5 വർഷം. പക്ഷേ എന്നാലും മുസ്ലിം ലീഗ് MLA-മാരുടെ മണ്ഡലങ്ങളിലൊക്കെ നല്ല പുരോഗതിയും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് MLA-മാരുടെ മികവാണ്. അപ്പോൾ അതൊക്കെ പാർട്ടി അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. ഇപ്പോൾ മുനീർ സാഹിബിൻ്റെയും കുഞ്ഞാടി സാഹിബിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊരു തർക്കം വരേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് നേതാക്കന്മാർ മലപ്പുറത്ത് നമ്മൾ PK ബഷീറിനെ പോലെ, KP മജീദിനെ പോലെ, N ഷംസുദ്ദീനെ പോലെ, മഞ്ഞളാംകുടി അലിയെ പോലെ വളരെ പരിണിതപ്രജ്ഞരായ ആൾക്കാരാണ്. അവരെയൊക്കെ ഒരു മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ മാറ്റിയാൽ പിന്നെ മത്സരിക്കാൻ ആൾ കിട്ടില്ല. അതിൻ്റെ ആ ചർച്ച വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗ് എപ്പോഴും യുവാക്കൾക്ക് എപ്പോഴും ഒരു അനുവാദം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവരെ മാറ്റി നിർത്താനും പറ്റാത്തൊരവസ്ഥ, യുവാക്കളെ കയറ്റാനും പറ്റാത്ത സാഹചര്യം വരും. അതൊക്കെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ നമുക്ക് ജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ ആ സമയം വരുമ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കും. യുവാക്കൾക്കൊരു പ്രാതിനിധ്യം എത്രത്തോളം നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ്? അത് ഇത്ര ശതമാനമൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും. വനിതകൾക്കും കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് വനിതയ്ക്ക് കൊടുത്തിരുന്നത്. അതെ, വനിതകൾക്കും ലീഗ് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരുമല്ലോ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മറ്റു പാർട്ടികൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു മാനദണ്ഡത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നിലധികം സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും വനിതകൾ. അല്ല, അത് ഞങ്ങൾക്ക് മൊത്തം കിട്ടുന്ന സീറ്റ് ആലോചിക്കട്ടെ. എന്നിട്ട് അതിനനുസരിച്ചൊരു അനുവാദം എന്തായാലും കൊടുക്കുന്നുള്ളത്. അല്ല, അങ്ങനെയില്ല. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വടക്കും തെക്കും നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടുകൂടി UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലബാറിലാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മേഖലകളിലൊക്കെ. തെക്കൻ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം. എന്തുകൊണ്ടായിരിക്കും ഈ ന്യൂനപക്ഷങ്ങൾ പൊതുവെ UDF-ൽ വിശ്വാസം അർപ്പിക്കാനുള്ളൊരു കാരണം? അതായത് ഇപ്പോൾ കേരളത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം വിഷയമായിട്ടല്ല ആളുകൾ കാണുന്നത്. അപ്പോൾ രാജ്യത്തെ മൊത്തത്തിൽ അവർ വിലയിരുത്തുന്നുണ്ട്. രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന സംഭവഗതികളെ പ്രത്യേകിച്ച് പഠിക്കുന്നവരാണല്ലോ മലയാളികൾ. നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾ വായിച്ചറിവുള്ളവരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മീഡിയ പ്രസൻസൊക്കെ വളരെ അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ സമൂഹം. അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം അനിവാര്യമാണ് എന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചിന്തിക്കുന്നത്. മുസ്ലിം, ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്ക സമൂഹങ്ങൾ, ദളിത് സമൂഹം, ഇവരൊക്കെ തന്നെ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ഐക്യമാണ് ഇപ്പോൾ നമുക്ക് ത്രിതല പഞ്ചായത്തിൽ UDF-ന് ഗുണകരമായി വന്നിട്ടുള്ളത്.
അതിൽ ഇപ്പോൾ ഇന്നും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മാധ്യമ പ്രവർത്തകനെയാണ് തീവ്രവാദി എന്ന് വിളിച്ചുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് മലപ്പുറത്ത് സീറ്റ് കോളേജിന് വേണ്ടി അപേക്ഷിച്ചോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകൻ ഇന്ന് അദ്ദേഹം തീവ്രവാദിയാണ്, മുസ്ലിം ലീഗിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹം അത് ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ അയാളുടെ കാര്യത്തിൽ മറുപടി പറയല്ല. പക്ഷേ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ മൂപ്പര് ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ തീരെ ഏശിയില്ല, അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായങ്ങൾ ഇവിടെ ഏശിയിട്ടില്ല, ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. സർക്കാർ അദ്ദേഹത്തെ കൂടെ നിർത്തുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിനും അദ്ദേഹത്തെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. അതിപ്പോൾ അവരുടെ രാഷ്ട്രീയമല്ലേ. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗം. അതാണ് ഭരണവിരുദ്ധ വികാരത്തിന് ഒരു കാര്യം അതാണ്, ഇത്തരത്തിലുള്ള ആളുകളെ എന്തിന് ഗവൺമെൻറ് കൂട്ടിപ്പിടിച്ച് പോകണം എന്നതിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ പോരാട്ടമാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ മുഴുവൻ മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത്. ആ ദൗത്യത്തിന് നിലവിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? മുസ്ലിം ലീഗ് കോമൺ പ്ലാറ്റ്ഫോമാണ്. മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പാർട്ടിയാണല്ലോ. ഇന്ത്യയിൽ അതിനുള്ള അവകാശമുണ്ട്, ഇന്ത്യയിൽ അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഓരോ വിഭാഗത്തിനും അവരുടേതായ രാഷ്ട്രീയ അസ്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് അത് തന്നെയാണ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമായിട്ടാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളവർക്ക് മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗത്തിനും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗ് എല്ലാവരെയും കൂടെ കൂട്ടും, അവരുടെയൊക്കെ പിന്തുണയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.